कीजिए। ഹായ്, നിക്ക് പോകരുതേ. നമുക്ക് പെട്ടെന്ന് ഒരു ബീഫ് അച്ചാർ തയ്യാറാക്കിയാലോ? ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്കൊരു ബീഫ് അച്ചാറും അതും ടേസ്റ്റോടെ ഉണ്ടാക്കാം. പോകാം വീഡിയോയിലോട്ട്. ഞാനിവിടെ 2 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം മാറ്റി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കണം. 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായിട്ട് നമ്മുടെ കൈവച്ച് തന്നെ ഞെരടി വാരി ഞാൻ ഒരു 7 വിസിലായപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. 2.5 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ഞാൻ സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മൂപ്പിച്ച് മാറ്റാം. ഞാൻ ഇറച്ചി ഫ്രൈ ചെയ്യുന്ന കൂട്ടത്തിലല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ വെക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേരെ. നമ്മൾ ഇഞ്ചി ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ശേഷം നമുക്ക് 3-4 ഉണ്ട വെളുത്തുള്ളി ഉണ്ടല്ലോ, നമുക്ക് വെളുത്തുള്ളി എത്ര വേണമെങ്കിലും ചേർക്കാം. എനിക്ക് വെളുത്തുള്ളി ഇച്ചിരി മുന്നോട്ട് നിൽക്കുന്ന ഇഷ്ടമായതിൻ്റെ പേരിലാണ് ഇച്ചിരി തോനെയും വെളുത്തുള്ളി ഒന്ന് മിക്സിയുടെ ജാറിൽ വെച്ച് ക്രഷ് ചെയ്ത് ഒന്ന് മൂപ്പിച്ചെടുത്ത് അതും ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് എരിക്ക് ആവശ്യമുള്ള പച്ചമുളക്, ഇവിടെ എരിയുള്ള പച്ചമുളക് ആയതിൻ്റെ പേരിലാണ് ഒരു 4 പച്ചമുളക് ഞാൻ എടുത്ത് നീളത്തിൽ കീറിയിട്ട് നന്നായിട്ട് അതും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം അടുത്തായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ്. ഇവിടെ ഞാൻ ഫ്രഷ് കറിവേപ്പില 1 പിടി എടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇടുമ്പോൾ ഒന്ന് പൊട്ടും, ആരും പേടിക്കൊന്നും വേണ്ട. അതും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. ഒരുപാടൊന്നും ഇത് ക്രഷ് ആവരുത്, ജസ്റ്റ് ഒന്ന് ഒറ്റ കറക്കലിനങ്ങ് എടുത്താൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ ഇറച്ചി ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് വേറൊരു പാത്രത്തിലോട്ട് നല്ലെണ്ണ തന്നെ ഉപയോഗിച്ച് കൊടുത്തിട്ട് നമ്മുടെ വെന്തിരിക്കുന്ന ഇറച്ചി ഈ പാത്രത്തിലോട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റും മണവും ഒക്കെ ഒന്ന് വരാൻ വേണ്ടിയാണേ. നമ്മൾ വേവിക്കുന്ന സമയത്ത് ഈ 2 കിലോ ഇറച്ചി 1.5 കിലോയിലോട്ടായിട്ട് മാറും. അങ്ങനെ താണ്ടേ ഞാൻ തുടർച്ച ഇളക്കി ഇറച്ചി ഒന്ന് പകുതി വെന്ത് വന്നിട്ടുണ്ട്. അതായത് നന്നായിട്ട് ഹാർഡ് ആവരുത്, ഒരുവിധം ഒന്ന് ഇറച്ചി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരുന്നില്ലേ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില, അത് ക്രഷ് ചെയ്തത് ഇതിനകത്തോട്ട് ഈ സമയത്ത്, അതായത് പകുതി മൂത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങളെല്ലാവരും എൻ്റെ ചാനലിലുള്ള വീഡിയോസൊക്കെ ഒന്ന് കയറി കാണണേ. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണം കേട്ടോ. പിന്നെ നോൺ സ്റ്റിക്ക് പാത്രമായിട്ടുണ്ട്, ഇത് അടിക്ക് പിടിക്കത്തില്ലെന്നുള്ളൊരു ഇതുണ്ട്. എന്നാലും നമ്മളൊന്ന് തുടരെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ മൂപ്പിച്ച ആ ഒരു എണ്ണയിലോട്ട് തന്നെ ഒന്ന് എണ്ണ ചൂടാക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യുക. അതിന് ശേഷം 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും, ഇവിടെ ഞാൻ മല്ലിപ്പൊടി യൂസ് ചെയ്യുന്നില്ലേ. മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ മല്ലിപ്പൊടിയുടെ ഒരു കുത്തൽ നമുക്ക് മുന്നിട്ട് നിൽക്കും അച്ചാറിൽ, അതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടി ഇടുന്നില്ല. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും, പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കായപ്പൊടിയാണ്. കായപ്പൊടി ഇച്ചിരി മുന്നോട്ട് തന്നെ ഈ അച്ചാറിന് നിൽക്കണം. പിന്നീട് ഇതെല്ലാം ഒന്ന് സെറ്റ് ആകുമ്പോഴത്തേക്ക് അതിന് ബാലൻസ് ആയിട്ട് കിട്ടും. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്തൊന്നും ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ചൂടത്ത് കിടന്ന് വേണം ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരാൻ. അതിനുശേഷമാണ് നമ്മളിവിടെ വിനാഗിരി ഒഴിക്കുന്നത്. വിനാഗിരി നമുക്ക് എത്ര ചാറ് വേണം അച്ചാറിന് അതിനനുസരിച്ച് വിനാഗിരി ഒഴിക്കണം. ഞാനൊരു ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, കാരണം ഇത് ഗൾഫിൽ കൊടുത്ത് വിടാനുള്ളതായതുകൊണ്ടാണ്. ഇത് നന്നായിട്ട് ഇനി ഗ്യാസ് ഓൺ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഈ അരപ്പിന് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് മാറ്റി വെക്കാം. ഞാൻ പറഞ്ഞതുപോലെ നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വേഗം ആവും. നമ്മുടെ ഈ അച്ചാർ റെഡി ആയിട്ട് എടുക്കും. സവാള ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇനി നമുക്ക് ഈ അരപ്പ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി റോസ്റ്റാക്കി എടുക്കണം. അപ്പോഴത്തേക്ക് നല്ലൊരു മണം വരാൻ തുടങ്ങി കേട്ടോ മസാലയുടെയൊക്കെ. പിന്നെ നമ്മൾ ഉപ്പ് കുറച്ച് മുന്നോട്ട് നിൽക്കാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഗരം മസാലപ്പൊടിയും കൂടെ ഒന്ന് വിതറി ലാസ്റ്റ് തീ ഓഫ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തണം, നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ വെക്കുന്നതെന്ന്. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.